നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ വിപിൻ മോഹനന്റെ സാന്നിധ്യം ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു. പക്ഷേ 75-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തെ പിൻവലിച്ച് അസറിനെ കളിക്കളത്തിലേക്ക് വിട്ടു. കോച്ച് ചെറിയ പരിക്കിന്റെ പ്രശ്നം വിപിൻ മോഹനുണ്ട്. അതിനെ കുറിച്ച് എന്താണ് കോച്ച് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇന്നലെ കളിക്ക് ശേഷം മിക്കായൽ സ്റ്റാർ പറഞ്ഞത് വിപിന് ചെറിയ ക്രാംസിന്റെ ഇഷ്യൂ ആണ് വന്നത്. അപ്പം ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത് പ്രിക്കോഷണറി തിങ് ആണ്. അത് അങ്ങനെയാണ് എൻ്റെ ഇനീഷ്യൽ ഒബ്സർവേഷൻ എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞത്. ചുരുക്കത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല, ക്രാംസ് വന്നതാണ്. പിന്നെ ഒരു ഇനീഷ്യൽ ഒബ്സർവേഷനായിട്ട് അദ്ദേഹം പറയുന്നത് പ്രിക്കോഷണറി തിങ് അത്ര മാത്രമേ ഉള്ളൂ. സോ കൂടുതൽ കാര്യങ്ങൾ വഷളാവണ്ട എന്ന് കരുതി ഒരു മുൻകരുതൽ എന്ന രൂപത്തിൽ താരത്തെ പിൻവലിച്ചു എന്നതാണ് ഇപ്പൊ കോച്ച് പറയുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അഡ്രിയാൽ ലൂണ പൂർണ്ണമായിട്ടും റിക്കവർ ആവാത്തത് കൊണ്ട് അദ്ദേഹം ആദ്യ 2 മത്സരങ്ങൾ കളിച്ചിട്ടില്ല. ആദ്യ കളിയിൽ വിപിൻ മോഹനൻ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് വന്നതെങ്കിൽ രണ്ടാമത്തെ കളിയിൽ അദ്ദേഹം തുടക്കം മുതൽ ഉണ്ടായിരുന്നു. തായ്ലൻഡിൽ വെച്ച് പ്രീ സീസണിന് പരിക്ക് പറ്റിയിട്ടുള്ള താരമാണ് വിപിൻ മോഹൻ. അതിൽ നിന്ന് റിക്കവർ ആയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് വീണ്ടും ഒരു പരിക്ക് വരുമ്പോൾ ആരാധകർക്ക് ആശങ്ക സ്വാഭാവികമാണ്. പക്ഷെ ആശങ്കക്ക് വകയില്ല. ചെറിയ ഒരു ക്രാംസിന്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പ്രിക്കോഷണറി ആയിട്ടാണ് അദ്ദേഹത്തെ പിൻവലിച്ചത് എന്ന് കോച്ച് പറയുന്നു. അപ്പം അടുത്ത മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയും വിപിൻ മോഹനൻ കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.